IPL-ൽ ഏതൊക്കെ കാലത്ത് ശ്രേയസ് അയ്യർ ടീമിനെ നയിച്ചിട്ടുണ്ടോ അന്നൊക്കെ ചരിത്ര നേട്ടത്തിലേക്ക് ടീമുകളെ എത്തിച്ചിട്ടുണ്ട്. 2015-ൽ 2,60,00,000 രൂപ മുടക്കിയാണ് 20-കാരനായിരുന്ന ശ്രേയസിനെ ഡൽഹി ടീമിലെടുത്തത്. ആദ്യ സീസണിൽ തന്നെ എമർജിംഗ് പ്ലെയറായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രേയസ് 2018-ൽ സീസണിനിടയിലാണ് ഗംഭീറിന്റെ പിൻഗാമിയായി നായകസ്ഥാനത്തേക്ക് എത്തുന്നത്. 2019-ൽ ഡൽഹിയെ 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പ്ലേ ഓഫിലെത്തിച്ചു ശ്രേയസ്. 2020-ൽ എത്തിയപ്പോൾ ശ്രേയസിന്റെ നേതൃത്വത്തിൽ ഡൽഹി ശക്തമായ സംഘമായി മാറിയിരുന്നു. ലീഗ് ഘട്ടത്തിൽ 2ാം സ്ഥാനത്തോടെ പ്ലേ ഓഫിലെത്തിയ ഡൽഹി ഫൈനലിൽ മുംബൈയോട് തോറ്റാണ് കിരീടം കൈവിട്ടത്. 2021-ൽ പരിക്ക് കാരണം സീസണിന്റെ തുടക്കം നഷ്ടമായ ശ്രേയസ് പിന്നീട് തിരിച്ചെത്തിയെങ്കിലും ഡൽഹി ക്യാപ്റ്റൻ സ്ഥാനം തിരികെ നൽകിയില്ല. ഋഷഭ് പന്ത് ക്യാപ്റ്റൻസി തുടരാൻ ടീം തീരുമാനിച്ചു. അടുത്ത സീസണിൽ ശ്രേയസ് കൊൽക്കത്തയിലേക്ക്. അവിടെയും കൊൽക്കത്തയുടെ മധ്യനിരയുടെ നെടുന്തൂണായിരുന്നു ശ്രേയസ്. ആദ്യ സീസണിൽ 14 കളിയിൽ നേടിയത് 401 റൺസ്. 2023-ൽ പരിക്ക് കാരണം സീസൺ നഷ്ടമായ ശ്രേയസ് കഴിഞ്ഞ വർഷം കൊൽക്കത്തയ്ക്ക് കിരീടം സമ്മാനിച്ചാണ് തിരിച്ചുവരവ് നടത്തിയത്. ബാറ്റിംഗിലും മിന്നും പ്രകടനം നടത്തിയ ശ്രേയസ് ഇന്ത്യൻ ടീമിലേക്കും തിരിച്ചു വന്നു. ചാമ്പ്യൻസ് ട്രോഫി നേടാൻ ടീമിന് കരുത്തായതും ശ്രേയസ് അയ്യരുടെ മധ്യനിരയിലെ പ്രകടനമാണ്.